നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയ ഒരു അടിപൊളി വില്ലനാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. സോ ഇത് നിങ്ങൾക്ക് പല തരത്തിലുണ്ടാവാം. മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഡാർക്കായിട്ട് ഉണ്ടാവുന്നതാവാം, മൂക്കിൻ്റെ നടുവിലായിട്ട് പൊങ്ങി ഇങ്ങനെ ബൾജ് ചെയ്ത് കുത്തു പോലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുന്നതോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾക്കത് മാറ്റിയെടുക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എവിടെയാണ് പ്രോബ്ലം ഉള്ളത് എന്ന് അനലൈസ് ചെയ്യുക. മൂക്കിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിലാണോ അതോ രണ്ട് സൈഡിലും ഡെഡ് സെൽസ് ഒക്കെ അക്യുമുലേറ്റ് ആയിട്ട് ഡാർക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ എവിടെയാണോ നമുക്ക് പ്രോബ്ലം ഉള്ളത് അത് കണ്ടുപിടിച്ച് ആ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളമൊന്നും എടുക്കരുത്. നമുക്ക് സാധാരണ ചൂടുവെള്ളം മനസ്സിലാവുമല്ലോ, കുടിക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരിയും കൂടി ചൂട് വേണം, അത്രയേ ഉള്ളൂ. ആ ഒരു വെള്ളം എടുത്തിട്ട് ഇപ്പം എൻ്റെ കയ്യിലൊക്കെ പിടിക്കാൻ പറ്റത്തില്ല ആക്ച്വലി, കാര്യം കുറച്ച് ചൂടുണ്ട്. ഡബിൾ വോൾഡ് ആയിട്ടുള്ള ഈ ഒരു മഗ് കാരണമാണ് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഗ്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ പിടിക്കാൻ പറ്റില്ല. ഒരു കപ്പൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ കൈ പിടിക്കേണ്ട, ടേബിളിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. അതിനുശേഷം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ അല്ലെങ്കിൽ കുറച്ച് കോട്ടൺ പഞ്ഞിയുണ്ടല്ലോ, എടുത്തിട്ട് അത് നമ്മുടെ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ മൂക്കിലോട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് ആവി പിടിക്കുന്ന പോലെയാണ്, തിളച്ച വെള്ളമൊന്നും അല്ല എടുത്തിരിക്കുന്നത്. ചെറിയ ചൂട്, നമുക്ക് കുടിക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് ചൂട് കൂടുതൽ, അത്രയേ ഉള്ളൂ. കൈ പൊള്ളയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മുടെ മൂക്കിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും, കൊച്ചു കുട്ടികൾക്കൊന്നും അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാവുന്നത്. അതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ സ്ക്രബും ചെയ്യത്തില്ല. പ്രോപ്പറായിട്ട് സ്ക്രബ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഈ രണ്ട് സൈഡിലും ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ആവുന്നത്. മൂക്കിൻ്റെ ഭാഗം എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേർക്കും പെട്ടെന്ന് ഓയിലിനെസ് ഉണ്ടാവുന്ന സ്ഥലമാണ്. പെട്ടെന്ന് മൂക്കിൻ്റെ അവിടെ മാത്രമായിട്ട് നമുക്ക് എണ്ണമയം പോലെ ഫീലാകും. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ആകുന്നതും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നത്. അവിടെ പെട്ടെന്ന് ഇങ്ങനെ പൊടിപടലങ്ങളുണ്ടല്ലോ, അത് പെട്ടെന്ന് ഇങ്ങനെ അട്രാക്റ്റ് ആവും. അതുകൊണ്ട് അവിടെ കുറച്ച് എക്സ്ട്രാ കെയർ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കഠിനമായിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ പോലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ടവൽ കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ബേബി ടവലാണ്. വളരെ സോഫ്റ്റാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും ജെൻറ്റിലായിട്ടുള്ളത് മാത്രം എടുക്കാം. തോർത്തൊന്നും എടുക്കരുത്. പിന്നെ കട്ടിയുള്ള സംഭവങ്ങളൊന്നും എടുക്കരുത്. അല്ല, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ പഞ്ഞി എടുക്കുക, അത് മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. കാര്യം അത്രയും സോഫ്റ്റായിട്ടും ജെൻറ്റിലായിട്ട് വേണം നമ്മൾ കെയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നന്നായിട്ട് ഇതിങ്ങനെ തുടച്ച് ഒരു സ്ക്രബ് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ടവലുണ്ടല്ലോ അത് വെച്ച് തന്നെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഉരയ്ക്കരുതിട്ട്, ഭയങ്കര പതുക്കെ വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇപ്പം തന്നെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ചൂട് കൊണ്ടിട്ടും നമ്മൾ സ്ക്രബ് ചെയ്ത കാരണം നമ്മുടെ പോർസൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. ഈ പാക്ക് നന്നായിട്ട് അവിടുത്തെ ഓയിലിനെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതും അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും എക്സ്ട്രാ ഓയിലിനെസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. കുറച്ച് കോഫി പൗഡർ എടുക്കുക, അതിലോട്ട് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള തൈരോ പാലോ അങ്ങനെയൊന്നും ചേർക്കണ്ട. നമുക്ക് അവിടെ ഓൾറെഡി നല്ല മോയ്സ്ചറൈസിങ് ആയതുകൊണ്ടും ഓയിലിനെസ് കൂടുതലായതുകൊണ്ടുമാണ് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതൊക്കെ മാറ്റി ജെൻറ്റിലായിട്ടൊരു കെയർ കൊടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് നറിഷ് ചെയ്യാനും അതുപോലെ pH ലെവൽ ബാലൻസ് ചെയ്യാനും ഒക്കെ നമ്മുടെ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ ഡെഡ് സെൽസ് ഒക്കെ മാറ്റി ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ടും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും കോഫി പൗഡർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ഡീപ്പ് ക്ലെൻസിങ് കൊടുക്കാനും കോഫി പൗഡർ യൂസ് ചെയ്യുന്നത് കൊണ്ട് പറ്റും. കോഫി ആയതുകൊണ്ട് ഇത് വെച്ച് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. സ്ക്രബിങ് നേരത്തെ തന്നെ നമ്മുടെ ടവൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് അലിഞ്ഞിട്ട് വെള്ളം പോലെ ആവും. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, സ്ക്രബിങ് ഏജൻറ്റ് അല്ല. സോ ഇത് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ
കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 15 മിനിറ്റ് കൃത്യം നിങ്ങൾ വെച്ചിരിക്കണം. 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം ഇത് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാറ്റൊക്കെ വീശി കൊടുക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരിക്കും, നല്ല രസമായിരിക്കും, അടിപൊളി പാക്കാണ്. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരുന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് തുടച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ എക്സ്ട്രാ നമുക്ക് ഡെഡ് സെൽസോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പുറത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ എക്സ്ട്രാ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ മൂക്കിൻ്റെ ആ ഭാഗത്തുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒന്നും കൂടെ ഒരു സെക്കൻഡ് ക്ലെൻസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിറയെ പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ ആഴ്ചയിലോ 1-2 ദിവസമൊക്കെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് മുഴുവനായിട്ട് മാറുന്നതായിട്ട് തോന്നുന്നത് അതുവരെ നിങ്ങളത് ചെയ്യുക. കാര്യം ഇത് വളരെ ജെൻറ്റിലാണ്, കൊച്ചുകുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. സോ നമ്മൾ വളരെ ജെൻറ്റിലായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ജെൻറ്റിലായിട്ടുള്ള ഒരു സ്ക്രബിങ്ങും മസാജും പാക്കും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മാറിക്കിട്ടും. ഞാനിപ്പം ടിഷ്യൂ പേപ്പർ തന്നെയാണ് ഇത് വൈപ്പ് ചെയ്യാൻ എടുക്കുന്നത്. കാര്യം നമ്മുടെ ടവലൊക്കെ ആണെങ്കിൽ എൻ്റെ പുതിയ ടവലാണ് ഗൈസ്, അതുകൊണ്ട് സ്റ്റെയിൻ ആയാൽ എനിക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത്. പഞ്ഞിയോ ടവലോ എന്ത് വേണമെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, ചെറിയ ചൂടുവെള്ളം, അതിൽ മുക്കി ഒന്ന് തുടച്ചെടുക്കുക. അത്രയും മതി. ഇനി നമുക്കിത് ലോക്ക് ചെയ്യാൻ, ചൂട് കൊടുത്ത് ആവി പിടിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ പോർസൊക്കെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി നമുക്കത് ലോക്ക് ചെയ്യണം. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി, എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട. ഒരു ദിവസം കൊണ്ട് മാജിക് ഒന്നും സംഭവിക്കത്തില്ല. എന്നിരുന്നാലും നമുക്ക് നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ മൂക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇതിപ്പോൾ ഞാൻ എപ്പോഴും കെയർ ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ പോലും ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. ഒറ്റ യൂസിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാനും പറ്റും. ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഇട്ട് ഇത് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് ഈ പോർസൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടാവും. എക്സ്ട്രാ ഓയിലിനെസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി. നമ്മൾ മോയ്സ്ചറൈസറിനേക്കാളും റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളി ടിപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. സൂപ്പർ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.